ഹലോ, മുഖം സ്വർണം പോലെ തിളങ്ങാൻ സഹായിക്കുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമുക്കിത് 5-6 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ മടിയില്ലാണ്ട് നിങ്ങൾക്കിത് ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളൊരു ബ്രൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ദിവസവും ഈ ഒരു ക്രീം തേച്ച് കിടക്കുക എന്നാണെങ്കിൽ നിങ്ങളെ മുഖത്തുള്ള കറുത്ത പാടും കരുവാളിപ്പം എല്ലാം മാറാനും മുഖം നല്ല സോഫ്റ്റും ക്ലിയറും കളറും വരാൻ സഹായിക്കുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അത് ഇനി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പൈസക്ക് നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ അടുത്ത് സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്താൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏത് കമ്പനിയാണ് വേണ്ടത്, എത്ര പൈസക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ പുറത്തും റൂം ടെമ്പറേച്ചറിലും നമുക്കൊരു 2-3 ദിവസം ഇത് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിലുള്ളത് എടുക്കാവോ എന്നുള്ളത്. വീട്ടിലുള്ള അലോവേര ജെൽ എടുത്താൽ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടൂല കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ തന്നെ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിന്, 1 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ. ഈ ആൽമണ്ട് ഓയിൽ ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ നമ്മളെ ഈ ഗ്ലിസറിനെല്ലാം ചെറിയ പൈസക്ക് മാത്രം കിട്ടുന്ന സാധനമാണ്. അത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങി വെച്ച് വെറുതെ ജസ്റ്റ് ഗ്ലിസറിനെല്ലാം ഇട്ട് മുഖം മസാജ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വൈറ്റ് ഒരു കളറാകുന്നത് വരെ നന്നായിട്ട് മിക്സ് ആവണം. അതാണ് അതിൻ്റെ ഒരു പരുവം നിറഞ്ഞത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള ഇതുപോലുള്ള ഒരു കണ്ടെയ്നർ, ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. ഈർപ്പുള്ള കൈകൾ കൊണ്ടൊന്നും ക്രീം എടുക്കാണ്ടിരിക്കുക. മുഖം തുടച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ക്രീം എടുത്തിട്ട് നിങ്ങൾ മുഖത്തേക്ക് പുരട്ടുക. മുഖത്തേക്ക് പുരട്ടുന്ന സമയത്ത് നിങ്ങൾ ഡോട്ടായിട്ട് മുഖത്തിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഈ എന്താ പറയുക മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫെയർ ലവ്ലി എല്ലാം പോലത്തെ ക്രീമുകളുണ്ടല്ലോ, അതെല്ലാം യൂസ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. ജസ്റ്റ് മുഖത്തൊന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. പിറ്റേന്ന് രാവിലെ നിങ്ങൾ എന്താ പറയുക ഫ്രഷ് ആകുന്ന സമയത്ത് മുഖം കഴുകുന്നേരം അങ്ങനെ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് കഴുകി കിടക്കുകയൊന്നും ചെയ്യേണ്ട. മുഖത്ത് ജസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുക. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണ് ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.